മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷനാണ് കേട്ടോ. അതായത് പേജ് നമ്പർ 336, ഈ പേജ് നമ്പറിലുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ, അതായത് ലക്ഷ്യങ്ങൾ. നമുക്കൊരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് വരുന്നത്, ഇതാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ബിസിനസ് ടു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഓരോ ബിസിനസ്സിനും ഓരോ റിക്വയർമെന്റ് ആണ്. അപ്പോൾ ബിസിനസ് ടു ബിസിനസ് റിക്വയർമെന്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എന്തും മാറിക്കൊണ്ടിരിക്കും, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് മേ ഡിഫർ ഫ്രം ബിസിനസ് ടു ബിസിനസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ സ്പെസിഫിക് റിക്വയർമെന്റ്സ്. അവരുടെ ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ റിക്വയർമെന്റ്സ് ആണ്. അപ്പോൾ ആ റിക്വയർമെന്റ്സിനനുസരിച്ചായിരിക്കും അക്കൗണ്ടിങ്ങിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നത്. ദ ഫോളോയിങ് ആർ ദ ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. മെയിൻലി പറയുന്ന കുറെ കാര്യങ്ങളാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തത് ടു കീപ്പ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്. നോക്കാം എന്താണ് ടു കീപ്പ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് എന്ന് പറയുന്നത്. It is very difficult to remember all the business transactions that take place. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഒരു വലിയൊരു കടയാണ്, ആ കടയ്ക്കകത്ത് സ്റ്റോക്ക് വരുന്നു, ആൾക്കാർ സാധനം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളുടെ കടയിൽ നിന്ന് തന്നെ ചിലപ്പോൾ സെയിം കടയിൽ തന്നെ ഹോൾസെയിലും റീറ്റെയിലും കാണും. അങ്ങനെ വരുമ്പോൾ ഹോൾസെയിലായിട്ട് സാധനം കൊടുത്തിട്ടുണ്ടാവും, റീറ്റെയിലായിട്ട് സാധനം കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓർമ്മിച്ച് വെക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ accounting serves its purpose of recording keeping by promptly recording all the business transactions in the books of account. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതൊന്നും ഓർത്ത് വെക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട്, വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ് ആ റെക്കോർഡിൽ കാണിക്കുന്നത്? പ്രോംപ്റ്റ് ആയിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും, പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് സാരം കേട്ടോ. അപ്പം കൃത്യമായിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഓരോ ദിവസവും എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഏത് സമയത്ത് എന്തിനു വേണ്ടി നടന്നു എന്നുള്ളത് അവരെന്ത് ചെയ്യും, ആ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ബുക്കിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തത്, ടു കീപ്പ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ്. ഇനി സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ടു ascertain the results of the operation. To ascertain the results of the operation. എന്താ ഈ അസർട്ടണിങ് എന്ന് പറഞ്ഞാൽ? അസർട്ടൺ മീൻസ് ഉറപ്പ് വരുത്തുക കേട്ടോ. ഉറപ്പ് വരുത്തുക. നമുക്ക് നോക്കാം എന്താണ്. അക്കൗണ്ടിങ് ഹെൽപ്സ് ടു ascertain the profit earned or loss suffered in the business during a particular period. ഒരു പർട്ടിക്കുലർ പീരിയഡിൽ നമ്മൾ ചെയ്ത ബിസിനസ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ കിട്ടിയത്, ഏൺ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ലോസ് ആണോ നമുക്ക് കിട്ടിയത്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നിട്ടുണ്ടോ, പൈസ നഷ്ടം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു? അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് പ്രിപ്പയർസ് ഐദർ എ ട്രേഡിംഗ് profit and loss account or an income and expenditure account which shows the profit or loss of the business. അപ്പൊ രണ്ട് രീതികളിൽ നമുക്കിത് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയും, രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന മെത്തേഡിലൂടെയും നമുക്കിത് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ആരാ? നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പിള്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കേസാണെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നത്, അവരുടെ ധനവും നഷ്ടവും എല്ലാം ചെക്ക് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വഴിയും. ഇനി നമ്മൾ കൃത്യമായിട്ടുള്ള കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴിയും അവരെന്ത് ചെയ്യുന്നു, ലാഭമാണോ ഒരു പർട്ടിക്കുലർ പീരിയഡ് കിട്ടിയത്, അതോ നഷ്ടമാണോ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഉണ്ടായത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് പറയുന്നത് ടു ascertain the results of operation. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ബിസിനസ് ഓപ്പറേഷനിൽ എന്താണ് റിസൾട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താൻ അവർക്ക് സാധിക്കുന്നു. സെക്കൻഡ് വൺ. തേർഡ് വൺ നമുക്ക് നോക്കാം. ടു ascertain the financial position of the business. മൂന്നാമത്തത് ടു ascertain the financial position of the business. നമുക്ക് നോക്കാം അത് എന്താണെന്ന്. In addition to profit, a businessman must know his financial position. അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളത് ശരിയാണ്, വലിയ ഒരു ഘടകമാണ്, അത് നമുക്ക് ഉറപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ ബിസിനസ്മാന് ഈ പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ പോരാ. ഇപ്പോ ഈ നിമിഷം എൻ്റെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അതായത് പൈസ വെച്ചുള്ള കളി എങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും,
എന്നുള്ളതും കൂടി അയാൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്ന സംഭവം. അതായത് അതിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. അവൈലബിലിറ്റി ഓഫ് ക്യാഷ്, രൊക്കം എൻ്റെ കയ്യിൽ ഇത്ര രൂപ എടുക്കാനുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അടുത്തത് പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്താണ് ഈ പൊസിഷൻ ഓഫ് അസറ്റ്? അസറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൈസയ്ക്ക് തുല്യമാണ് അല്ലേ? സാധനം വിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പൈസ കിട്ടും. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ ആകട്ടെ, ലാൻഡ് ആകട്ടെ, അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ആവട്ടെ, എന്തെങ്കിലും പ്രശ്നം വന്ന് ഇതങ്ങ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടി. അപ്പോൾ ആ അസറ്റിന്റെ പൊസിഷൻ നമ്മുടെ സ്വന്തമാണോ? സ്വന്തമാണെങ്കിലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്തൊക്കെ ലയബിലിറ്റീസ് നമുക്കുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ, എത്ര പേർക്ക് നമ്മൾ കടം കൊടുത്ത് തീർക്കാനുണ്ട് എന്നുള്ളതൊരു വലിയ ലയബിലിറ്റിയാണ് നമുക്ക്. അത് നമുക്ക് ഇതിൽ കൂടി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പറയുന്നത് എന്താ? ഒരു ബിസിനസ്മാന് എപ്പോഴും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിരിക്കണം. എത്ര കാശ് കൈവശമുണ്ട്, എത്ര രൂപ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് അസറ്റ് വിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും ലയബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ടോ, ഇത്രയും കാര്യങ്ങളും അയാൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. This helps the businessman to know his financial strength. അപ്പോൾ അത് വെച്ചിട്ട് അയാൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അയാൾ പോസിറ്റിവിറ്റിയിലേക്കാണോ പോകുന്നത് അതോ നെഗറ്റിവിറ്റിയിലേക്കാണോ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നമ്മുടെ ഒരു ബിസിനസിന്റെ ഹെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബാരോമീറ്റർ മീൻസ് ഒരു അളവുകോലായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഹെൽത്ത് കൂടിയാൽ പ്രോഫിറ്റിലേക്ക് പോകുന്നു, ഹെൽത്ത് കുറഞ്ഞാൽ നമുക്ക് ലോസിലേക്ക് പോകുന്നു എന്ന് സാരം. ദിസ് ക്യാൻ ബി ഡൺ ബൈ ദ പ്രിപ്പറേഷൻ ഓഫ് എ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലൂടെയാണ് നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? മേൽ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നമ്മുടെ യൂസറിനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ടു അസർട്ടൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യുന്നു? മേൽപ്പറഞ്ഞ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നാലാമത്തത് ടു പോർട്രേ ദ ലിക്വിഡിറ്റി പൊസിഷൻ. നമുക്ക് നോക്കാം എന്താണ് ഈ മേൽപ്പറഞ്ഞ പോർട്രേ എന്ന് പറയുന്ന സംഭവം. കാണിച്ചു തരിക. എന്താണ് സംഭവം? എന്തിനെയാണ് ഇവർ കാണിച്ചു തരുന്നത്? ലിക്വിഡിറ്റി പൊസിഷൻ. എന്താ ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിൽ കുറെ അസറ്റുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫർണിച്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ആവാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആവാം. ഇതെല്ലാം അസറ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ സാധനം നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, പൈസ കൊടുക്കാനില്ല. ഈ അസറ്റിനെ എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു രീതി, അതിനെയാണ് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. റെഡി ക്യാഷിലേക്ക് നമുക്ക് ആക്കാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി പൊസിഷൻ എത്രമാത്രം നമുക്ക് ബൈ ഹാൻഡ് ക്യാഷ് എടുക്കാനുണ്ട്, എത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വിറ്റ്, നമ്മുടെ കയ്യിലുള്ള അസറ്റുകളെ വിറ്റ് നമുക്ക് ക്യാഷ് ആക്കാൻ, റെഡി ക്യാഷ് ആക്കാൻ സാധിക്കും എന്നുള്ള ആ പൊസിഷനാണ് നമുക്ക് ആര് കാണിച്ചു തരുന്നത്? പോർട്രേ ചെയ്ത് കാണിച്ചു തരുന്നത്. മേൽ പറഞ്ഞ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. Financial reporting should provide information about how an enterprise obtains and spend cash. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്തിനെ പറ്റിയുള്ള ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ കിട്ടുന്നു, ഒരു ഐഡിയ കിട്ടുന്നു. ഒരു ക്യാഷ് എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സുകാരൻ എടുക്കുന്നു, അതുപോലെ തന്നെ ഒബ്റ്റെയിൻ ചെയ്ത് എടുക്കുന്നു, അതുപോലെ തന്നെ അയാൾ എന്തിനൊക്കെ കാശ് കൊടുക്കുന്നു. ഇതും നമുക്ക് എന്ത് വഴി അറിയാൻ പറ്റും? റിപ്പോർട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് വഴി അറിയാൻ പറ്റും. അല്ലാതെ ഇനിയുണ്ട് കേട്ടോ കാര്യങ്ങൾ. എബൌട്ട് ഇറ്റ്സ് ബോറോയിങ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ബോറോയിങ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഡെപ്റ്റ് വാങ്ങിക്കുന്നു, കടം വാങ്ങിക്കുന്നു, കടം വാങ്ങിക്കുകയും ചെയ്യണം, അതേസമയം തിരിച്ചും കൊടുക്കണം. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ കാണിക്കാൻ പറ്റും. എബൌട്ട് ഇറ്റ്സ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്. ബേസിക്കലി നമുക്ക് ഒരു ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലെ? എന്താണ് ക്യാപിറ്റൽ എമൗണ്ട്? നമ്മൾ ഇനിഷ്യൽ ബിസിനസ്സിൽ നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്, ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റിനെ ക്യാപിറ്റൽ എന്ന് നമുക്ക് വിളിക്കാം അല്ലെ? അപ്പൊ ഈ ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പല ആവശ്യങ്ങൾ വരുമ്പോൾ ക്യാപിറ്റലിൽ നമ്മൾ ക്യാഷ് എടുക്കും. അപ്പൊ ആ മേൽ പറഞ്ഞ ട്രാൻസാക്ഷൻസ്, അപ്പോൾ അത് cash dividends and other distributions of resources by the enterprise to owners and about other factors that may affect an enterprise's liquidity and solvency. അതുപോലെ അടുത്ത പറയുന്നത് എന്തുവാ?
ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്ന സംഭവം. എന്താ ഈ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിന് സാധാരണ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ ഒരു വലിയൊരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ പാർട്ട്ണർ ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ ഒരു 10 പേര് ചേർന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ 12 പേര് ചേർന്നിട്ടായിരിക്കും, ചിലപ്പോൾ 2 പേര് ചേർന്നിട്ടായിരിക്കും, ചിലപ്പോൾ 5 പേര് ചേർന്നിട്ടായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നുണ്ട്. നല്ലൊരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ അതിന് പുറമെ ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ ഇൻസെന്റീവ് ഒക്കെ നമുക്കൊരു എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റത്തില്ലേ, അതുപോലെ ഇവർക്കും എന്തുണ്ട്? റിവാർഡ്സ് കിട്ടും. അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ക്യാഷ് ഡിവിഡൻഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ക്യാഷ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും? മേൽ പറഞ്ഞ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതർ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് റിസോഴ്സസ് ബൈ ദ എന്റർപ്രൈസ് ടു ഓണേഴ്സ്. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷട്ട് ഡൗൺ ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേൽ പറഞ്ഞ നമ്മുടെ റിസോഴ്സസ്, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആകാം, അതല്ലെങ്കിൽ ഫർണിച്ചർ ആകാം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? ഈക്വലൈസ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം അല്ലേ. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻസിന് ഈക്വലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇനി ആൻഡ് അബൌട്ട് അതർ ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്ട് ആൻ എന്റർപ്രൈസസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. ഒരു ബിസിനസിന്റെ ലിക്വിഡിറ്റിയെയും അതുപോലെ തന്നെ സോൾവൻസിയെയും. ലിക്വിഡിറ്റി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു സംഭവം, ആ ഒരു കഴിവ്, അല്ലെങ്കിൽ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സോൾവൻസി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള കഴിവ്. അതായത് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കടം പേ ചെയ്ത് തീർക്കാനുള്ള നമ്മുടെ കഴിവ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, പുറത്തുനിന്ന് വരുന്ന ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സോ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് മേൽ പറഞ്ഞ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരാം. ടു പോർട്രേ ദ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് യൂസ് ചെയ്ത് നമുക്കൊരു എന്റർപ്രൈസ് എത്രമാത്രം പൈസ കൊടുക്കാനുണ്ടെന്നും എത്രമാത്രം പൈസ ഇങ്ങോട്ട് ആ എന്റർപ്രൈസിന് കിട്ടാനുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ, എന്റർപ്രൈസ് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കടം എത്ര അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്നും എത്ര എമൗണ്ട് നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതിനും കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് അതിൽ നിന്ന് നോക്കിയാൽ കിട്ടും. ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ക്യാഷ് ഡിവിഡൻഡ് ഒരു പാർട്ട്ണറിനോ അല്ലെങ്കിൽ ഓണറിനോ നമ്മുടെ പ്രോഫിറ്റിന് ഉപരിയായി എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പൈസ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെന്റീവ്സിന്റെ ബേസിസിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതും എന്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ പറ്റും? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അറിയാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറെ റിസോഴ്സസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. ആ ചുറ്റിനുമുള്ള റിസോഴ്സസിനെ നമുക്ക് ഓണേഴ്സിലേക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ റിപ്പോർട്ട്സ് വെച്ച് സാധിക്കും. അത് മാത്രമല്ല, മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് നമ്മുടെ എന്റർപ്രൈസിനെ, നമ്മുടെ ബിസിനസിന്റെ ലിക്വിഡിറ്റിയെയോ, അതായത് ക്യാഷ് അസറ്റിനെ ഒറ്റയടിക്ക് കാശ് ആക്കാൻ പറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്കോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സോൾവൻസിയോ, ഫോർ എക്സാമ്പിൾ എന്താണ് അവിടെ പറയുന്നത്? കടം കൊടുത്തു തീർക്കാൻ പറ്റുന്ന ആ ഒരു ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സോ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് വഴി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാ ചെയ്യുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം വെച്ചാൽ ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ടു പോർട്രേ ദ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അഞ്ചാമത്തതാണ് കേട്ടോ, നോക്കാം. To protect the business properties. എങ്ങനെയാണ് നമുക്ക് നോക്കാം. Accounting provides up-to-date information about the various assets that the firm possesses. അപ്പൊ അക്കൗണ്ടിങ്ങിനകത്ത് ശരിക്കും പറഞ്ഞാല് ഒരു ഫേം, നമ്മുടെ ബിസിനസ് ഫേം എന്തൊക്കെ അസറ്റുകൾ നമ്മുടെ കൈവശം ഉണ്ട് എന്നുള്ളതിന്റെ അപ് ടു ഡേറ്റ്, നമ്മുടെ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ട് എന്തൊക്കെ അസറ്റ് നമ്മുടെ ഫേം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആരുടെ കൈവശമുണ്ട്? മേൽ പറഞ്ഞ അക്കൗണ്ടിങ്ങിനകത്ത് ഉണ്ടാവും. ആൻഡ് ദ ലയബിലിറ്റീസ് ദ ഫേം ഓസ്. ഇത് എന്തൊക്കെ അസറ്റ് ഉണ്ടെന്ന് മാത്രമല്ല, നമ്മൾ എന്തൊക്കെ കടക്കണികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും
എവിടെ അറിയാൻ പറ്റും? ഈ ബിസിനസ്സിലെ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ് nobody can claim a payment which is not due to him. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? അസറ്റ് എന്തൊക്കെ ഉണ്ടെന്നും നമ്മൾ ആർക്ക് എന്തൊക്കെ പൈസ കൊടുക്കാനുണ്ടെന്നും നമുക്ക് ഇതിനകത്ത് കൂടെ അറിയാം. അപ്പോൾ ഉള്ള ഗുണം വേറെ ഒന്നുമല്ല, ഒരു ഫ്രോഡ് പരിപാടി അവിടെ നടക്കത്തില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുക, ഈ കമ്പനി എനിക്ക് ഇത്രായിരം രൂപ തരാനുണ്ട്, ഞാൻ സ്റ്റോക്ക് ഇറക്കി എനിക്ക് ഇത്രായിരം രൂപ തന്നിട്ടില്ല, നമ്മുടെ അക്കൗണ്ട്സിൽ അതുണ്ടോ? ഇല്ല. അപ്പൊ അയാൾ പറയുന്നത് എന്നാ? പച്ചക്കള്ളം. അപ്പൊ ഫ്രോഡ് പരിപാടി എവിടെ ചെയ്യാൻ പറ്റത്തില്ല? അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, മറ്റൊരാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് സാരം. അപ്പൊ അടുത്തത് ആറാമത്തത്, ടു ഫെസിലിറ്റേറ്റ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ആറാമത്തെ എന്നാ? ടു ഫെസിലിറ്റേറ്റ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് നോക്കാം അത് എന്നാന്നുള്ളത്. Accounting records and prepared financial statements provide financial information which help the business in making rational decisions about the steps to be taken in respective of various aspects of business. അപ്പോൾ നമ്മളുടെ കയ്യിൽ അക്കൗണ്ടിങ് റെക്കോർഡുകൾ ഉണ്ടാവുകയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുറെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുകയും ചെയ്താൽ ഉള്ള ഗുണം എന്താ? കൃത്യമായിട്ടുള്ള യുക്തി, റാഷണൽ മീൻസ് യുക്തിയാണ് കേട്ടോ, കൃത്യമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം ചിലപ്പോൾ നമ്മുടെ ബിസിനസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ലോസിലേക്ക് പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനി പൊക്കോണ്ടിരിക്കുന്ന ലോസിലോട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് യുക്തിപരമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അവിടെ സാധിക്കുന്നു. അതാണ് അവർ ആ ആറാമത്തെ പോയിന്റ് ആയിട്ട് അവരവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഏഴാമത്തെ പോയിന്റ്, ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോ. ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോ. ലോയുടെ റിക്വയർമെന്റ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. എൻറ്റിറ്റീസ് സച്ച് ആസ് കമ്പനീസ്, സൊസൈറ്റീസ്, പബ്ലിc trusts are compulsorily required to maintain accounts as per the law governing the operations such as Companies Act, Societies Act, Public Trust Act, etc. അപ്പോൾ അവരെന്താ പറഞ്ഞേക്കുന്നേ? നമ്മുടെ പല പല എൻറ്റിറ്റീസ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് കമ്പനികളാവാം, സൊസൈറ്റീസ് ആകാം, പബ്ലിക് ആയിട്ടുള്ള ട്രസ്റ്റുകളാകാം. നമ്മൾ തന്നെ കേട്ടില്ലേ, ഇന്ന ട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ ട്രസ്റ്റുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ട്രസ്റ്റുകളാകാം. ഇവരെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറെ അക്കൗണ്ട്സ് ഉണ്ടാക്കി വെച്ചാൽ പറ്റത്തില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും അക്കൗണ്ട്സ് ഉണ്ടാക്കാം. പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ റൂൾസ് ആൻഡ് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്, ചില ആക്ടുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനീസ് ആക്ട്, സൊസൈറ്റീസ് ആക്ട്, പബ്ലിക് ട്രസ്റ്റ് ആക്ട്, ഇങ്ങനെ ഓരോന്നിനും ഓരോ ആക്ടുകളുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത് തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് അവർ ഫോളോ ചെയ്യേണ്ടതെന്ന്. ആ ആക്ടിനനുസരിച്ചുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് അവർ എന്ത് ചെയ്യണം? എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ഇസ് ഓൾസോ കമ്പൽസറി അണ്ടർ ദ സെയിൽസ് ടാക്സ് ആക്ട് ആൻഡ് ഇൻകം ടാക്സ് ആക്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് സെയിൽസ് ടാക്സും ഇൻകം ടാക്സും. നമുക്കറിയാലോ, ഈ രണ്ട് കാര്യങ്ങൾ, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ബിസിനസ് ചെയ്താൽ നമ്മളൊരു പർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര വരുമാനത്തിൽ കൂടുതൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ടാക്സ് അടയ്ക്കേണ്ടി വരും ഗവൺമെന്റിലേക്ക്. അതുപോലെ തന്നെ ഇൻകം ടാക്സും അതുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ടാക്സുകൾ കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ചാലേ പറ്റുള്ളൂ? മേൽ പറഞ്ഞ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എവിടെ പറയുന്നത്? ഈ മേൽ പറഞ്ഞ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ 7 കാര്യങ്ങളാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. ഒന്ന്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു? അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ സംഭവം നമ്മളുടെ ബിസിനസ് ലോസിലേക്കാണോ ഗെയിനിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്സിലൊക്കെ നമുക്ക് എത്ര കാശ് നമ്മുടെ കൈവശം ഉണ്ട്, നമുക്ക് എത്ര എന്തെങ്കിലും അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത് ഫിനാൻഷ്യൽ പൊസിഷൻ മൂന്നാമത്തത് അറിയാനായിട്ട് സാധിക്കുന്നു. നാലാമത്തെ തന്നെ ടു പോർട്രേ ദ ലിക്വിഡിറ്റി പൊസിഷൻ. കൃത്യമായിട്ട് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണെന്നുള്ളത് അവർക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും. 5, ബിസിനസ് പ്രോപ്പർട്ടീസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 6, കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ആര് സാധിക്കുന്നു? ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സഹായിക്കുന്നു, അക്കൗണ്ടിങ് സഹായിക്കുന്നു. 7, ലോസിന്റെ ഇതനുസരിച്ച് തന്നെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് പല ടൈപ്പ് ഓഫ് എന്തുണ്ട് ആക്ടുകളുണ്ട്, ആക്ടിനനുസരിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. ഈവൻ ഇൻകം ടാക്സ് പേ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് പേ ചെയ്യാനാണെങ്കിലും ഇതൊക്കെ അക്കൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റില് കാണാനായിട്ട് സാധിക്കുന്നത്.
ഇത്രയും പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായി വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9388850850. താങ്ക് യു.